അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടത്തിൽ നിന്ന് ഒരാൾ എനിക്ക് ടെലഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അതായത് പുള്ളിയുടെ ഫ്രണ്ട് ഒരു ഐഫോൺ ഭ്രാന്തനാണ്. പുള്ളിക്ക് ഒരു ഐഫോൺ മേടിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഫോൺ മേടിക്കണം എന്നിങ്ങനെ ഇരിക്കുമ്പോൾ വളരെ വില കൂടുതലായതുകൊണ്ട് മേടിക്കാൻ പറ്റാതെ ഇങ്ങനെ പോകുന്ന സമയത്താണ് പുള്ളി ഈ അടുത്തായിട്ട് ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടത്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടപ്പോൾ വളരെയധികം ഫോളോവേഴ്സ് ഉള്ളൊരു പേജാണ്. അപ്പോൾ അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു നല്ലൊരു കിടിലൻ ഓഫർ കണ്ടായിരുന്നു. അതായത് 12,000 രൂപയ്ക്ക് iPhone 12 128GB 12,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് പുള്ളി കണ്ടു. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ കുറേയധികം പോസ്റ്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി ഫോളോവേഴ്സും കണ്ടപ്പോൾ വിശ്വസിച്ചിട്ട് DM ചെയ്തു. അവർക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജ് ചെയ്തപ്പോൾ തന്നെ അവിടെ നിന്ന് റിപ്ലൈ കിട്ടി. അപ്പോൾ റിപ്ലൈ കിട്ടിയപ്പോൾ പുള്ളി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഒറിജിനൽ iPhone 12 ആണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത്ര വില കുറവിൽ വിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ്, ഞങ്ങൾക്ക് ഇൻ്റർമീഡിയേറ്ററി സെല്ലേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വില കുറച്ചൊക്കെ തരാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ പറഞ്ഞു വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം, അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ വാട്സാപ്പിൽ അവർ കോൺടാക്ട് ചെയ്തു. നോക്കിയപ്പോൾ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തു ഫോണിൻ്റെ. അപ്പോൾ ഒറിജിനൽ ഫോണാണെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളി പറഞ്ഞു 12,000 റുപ്പീസിനാണ് നമ്മൾ വിൽക്കുന്നത്, അപ്പോൾ ഈ ക്യാഷ് തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഷിപ്പ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ഈ iPhone 12 ആക്ച്വൽ വില ഇപ്പോൾ ആമസോണിൽ നോക്കിയാൽ 85,000 റുപ്പീസ് അടുത്താണ്. അപ്പോൾ ഇത്രയും വില വരുന്നൊരു ഫോൺ നമ്മൾ 12,000 റുപ്പീസിനാണ് കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത്ര ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് UPI വഴി എനിക്ക് പേ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞൊരു നമ്പറും കൊടുത്തു. അങ്ങനെ ഈ പുള്ളി UPIയിൽ ആ ഒരു എമൗണ്ട് പേ ചെയ്തു. UPIയിൽ എമൗണ്ട് പേ ചെയ്ത ശേഷം പുള്ളിയോട് ചെന്ന് തിരിച്ചു പറഞ്ഞു ഞാനിങ്ങനെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വാട്സാപ്പിൽ പുള്ളിയെ ബ്ലോക്ക് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഈ സുഹൃത്തിനെ ബ്ലോക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ രണ്ടിടത്തും ബ്ലോക്കായി. അതോടെ 12,000 രൂപ പുള്ളിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. അതായത് എങ്ങനെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള സ്കാമുകളിൽ പെടാതിരിക്കാം, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷപ്പെടുത്താം എന്നുള്ളതിനുള്ളൊരു 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ, അതിൻ്റെ കൂടെ കുറച്ച് കോമൺ സെൻസും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഫ്രോഡുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നതാണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ടെക്നോളജി പരമായ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജി കണ്ടന്റുമായി അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാനായിട്ട് ഉറപ്പായിട്ടും സൗജന്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾ ആലോചിക്കുക, iPhone 12 ഇപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 85,000 രൂപയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ആമസോണിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഓഫേഴ്സൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു 6,000-7,000 രൂപയൊക്കെ കുറഞ്ഞ് ഏകദേശം ഒരു 70,000-75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഈ iPhone 12 മാനുഫാക്ചർ ചെയ്യാനായിട്ട് ശരിക്കും എത്ര രൂപയാണ് വരുന്നത്? ഇപ്പോൾ ജപ്പാനിലൊക്കെ കുറേ ടെക് എന്തൂസിയാസ്റ്റ് ഉണ്ട്. അവർ ഈ ഫോണുകളെല്ലാം പൊളിച്ചു നോക്കി അതിൻ്റെ ഉള്ളിൽ ഓരോ കോമ്പോണൻറ്റ്സ് എടുത്ത് അതിൻ്റെ വില എത്രയാണെന്ന് നോക്കി ഒരു ബിൽ ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ iPhone 12 ബിൽ ഓഫ് മെറ്റീരിയൽസ് വരുന്നത് ഏകദേശം $373. അതായത് ഇന്ത്യൻ പ്രൈസ് നോക്കുകയാണെങ്കിൽ 27,000 രൂപയാണ് ഒരു iPhone 12 ഉണ്ടാക്കാനല്ല അതിൻ്റെ പാർട്സ് മാത്രം മേടിക്കാനായിട്ട് വരുന്നൊരു കോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഈ പാർട്സ് മേടിച്ച് അത് അസംബിൾ ചെയ്ത് അതിൻ്റെ ലേബർ കോസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തു വരുവാണെങ്കിൽ എങ്ങനെയായാലും 27,000 രൂപയ്ക്ക് മുകളിൽ ആ ഒരു ഐഫോൺ ഉണ്ടാക്കുന്ന ആൾക്ക് ചിലവാകും. അപ്പോൾ നിങ്ങളോട് ഒരാൾ iPhone 12 12,000 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതാണ്, 27,000 രൂപ പാർട്സിന് തന്നെ വരുന്ന ഈ ഫോൺ നിങ്ങൾക്ക് 12,000 രൂപയ്ക്ക് പുത്തൻ സാധനം വിൽക്കണമെങ്കിൽ അവിടെ എന്തോ ഒരു വശവശകുണ്ട് അല്ലേ? ഇനി അഥവാ അവർ 27,000 രൂപയ്ക്ക് താഴെ 12,000 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കാം, ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ ആയിക്കൂടെ, സെക്കൻഡ് ഹാൻഡ് ഫോൺ അവർക്ക് ഇങ്ങനെ വിറ്റൂടെ എന്ന് ചോദിച്ചാൽ 85,000 രൂപ കൊടുത്ത ഒരാൾ ഒറിജിനൽ ഫോൺ മേടിച്ചിട്ട് 12,000 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ഫോൺ വിറ്റ് അതിൽ നിന്നും അവർക്ക് എന്ത് ലാഭമാണ് ഉണ്ടാവുക? അത്രത്തോളം നല്ലൊരു ദാനശീലന്മാരായിരിക്കും അല്ല? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഫോൺ മിക്കവാറും ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ഐഫോൺ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇനി ഫേക്ക് ആയിട്ടുള്ളൊരു ഐഫോൺ അല്ല, ഒറിജിനൽ ആയിട്ടുള്ളൊരു ഐഫോൺ തന്നെ ആയിരിക്കും അവർ വിൽക്കുന്നത് എന്ന് പറയുവാണെങ്കിൽ അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കട്ടെടുത്ത ഫോണുകളും ആവാനായിട്ടാണ് സാധ്യത. അപ്പോൾ അതാണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ വീഡിയോയിൽ തുടർന്ന് പറയുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സ്കാം മിക്കവാറും നടക്കുന്നത് ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ നമുക്ക് കുറേയധികം ഇതേപോലെ ഫോണിൻ്റെ പോസ്റ്റുകളൊക്കെ നല്ല നല്ല വർണ്ണമായി ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും പോസ്റ്റുകളെല്ലാം ഓരോ ഫോണുകളുടെയും. അപ്പോൾ ഇതൊക്കെ കണ്ട് ആൾക്കാർ അതിൽ മയങ്ങി
അവർ ചെന്ന് നോക്കും. ഫസ്റ്റ് അവർ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേജിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്. നോക്കുമ്പോൾ 1,00,000 ഫോളോവേഴ്സൊക്കെ സുഖമായിട്ട് ഈ പേജുകൾക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ 1,00,000 പേര് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെ ഇത് ഫേക്ക് ആകും അല്ലേ? അതിനുശേഷം അവർ പോയിട്ട് പോസ്റ്റിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു 3,000, 4,000, 5,000 ലൈക്കുകളൊക്കെ കാണും. അപ്പോൾ എന്തായാലും ഉറപ്പിച്ചു ഇത് ഒറിജിനൽ സൈറ്റ് തന്നെയാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇങ്ങനത്തെ പേജുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പോസ്റ്റുകളിലൊന്നും തന്നെ കമൻറ്റുകൾ ഉണ്ടാവില്ല. കമൻറ്റുകൾ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ 3, 4, 5 കമൻറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1,00,000-ക്കുള്ളിൽ ഫോളോവേഴ്സ് ഉള്ളൊരു പേജിൽ ഓരോ പോസ്റ്റിലും നിങ്ങൾക്ക് 5,000, 6,000, 7,000 ലൈക്ക് കാണാമെങ്കിൽ അതിൽ ഒരു 10 കമൻറ്റെങ്കിലും മിനിമം കാണണ്ടേ? അതായത് ഈ ഫോണുകൾ മേടിച്ചവർ അവരുടെ അഭിപ്രായം, ഞാൻ ഈ ഫോൺ മേടിച്ചു നല്ലതാണ്, അല്ലെങ്കിൽ ഈ ഫോൺ മേടിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തെങ്കിലും ഒരു കമൻറ്റ് കാണണ്ടേ? ഇങ്ങനത്തെ യാതൊരു കമൻറ്റുകളും കാണില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഫോളോവേഴ്സും ലൈക്കുകളും പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അതിൽ ഫോളോവേഴ്സും ലൈക്കുകളും കൂട്ടാനായിട്ട് സാധിക്കും. കമൻറ്റുകളും നിങ്ങൾക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ പറ്റുന്നത് നിങ്ങൾ കമൻറ്റുകൾ പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ വരുന്ന കമൻറ്റുകളെല്ലാം ജനറൽ കമൻറ്റുകളായിരിക്കും. സൂപ്പർ, ഓസം, ഗ്രേറ്റ്, ഗുഡ് ജോബ് അങ്ങനെയുള്ള രീതിയിലുള്ള കമൻറ്റുകളായിരിക്കും. അപ്പോൾ ഈ കമൻറ്റുകൾ വായിച്ചാൽ തന്നെ ഇത് ഫേക്ക് ആയിട്ടുള്ള കമൻറ്റാണെന്ന് മനസ്സിലാവും. മിക്ക യൂസർ നെയിം കണ്ടാലും ആ കമൻറ്റ് ഇടുന്നവരുടെ യൂസർ നെയിം കണ്ടാലും മനസ്സിലാവും ഫേക്ക് ആണെന്ന്. അപ്പോൾ അങ്ങനെ ആ പേജിൽ ഓർഗാനിക് ആയിട്ടല്ല പൈസ കൊടുത്താണ് ഫോളോവേഴ്സ് കൂട്ടിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പൊതുവേ ഇങ്ങനത്തെ പേജുകളൊന്നും കമൻറ്റുകൾ അങ്ങനെ പൈസ കൊടുത്ത് മേടിക്കാറില്ല. ലൈക്കും ഫോളോവേഴ്സും മാത്രം മേടിച്ച് ആൾക്കാരിങ്ങനെ എളുപ്പത്തിൽ വിശ്വസിപ്പിക്കാവുന്ന രീതിയിലാക്കി മാറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പേജുകളിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അഥവാ ലെജിറ്റായിട്ട് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മെസ്സേജ് അയക്കുവാണ്. അപ്പോൾ അവർ നിങ്ങളോട് പറയുവാണ് ഐഫോൺ ഒറിജിനൽ ഐഫോണാണ് വിൽക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്കറിയോ, ആപ്പിളിന് തന്നെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് നിങ്ങളുടെ ഐഫോണിൻ്റെ വാറൻറ്റി ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ പേര് checkcoverage.apple.com എന്നാണ്. അപ്പോൾ checkcoverage.apple.comൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോണിൻ്റെ സീരിയൽ നമ്പർ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, സീരിയൽ നമ്പറും ഒരു ക്യാപ്ചയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിനെ കുറിച്ചുള്ള വാറൻറ്റി ഡീറ്റെയിൽസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു പുതിയ ഐഫോണാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ചോദിച്ചാൽ അവരോട് IMEI നമ്പർ ഒന്നും ചോദിക്കേണ്ട, ജസ്റ്റ് ആ ഫോണിൻ്റെ സീരിയൽ നമ്പർ ബോക്സിൻ്റെ പുറത്ത് ബാക്കിലുണ്ടാവും, ആ സീരിയൽ നമ്പർ ഒന്ന് ചോദിക്കാം. ആ സീരിയൽ നമ്പർ അവർ തരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അങ്ങനെ ഒരു ഫോൺ ഫേക്ക് ആണെന്ന്. ഇനി അഥവാ അവർ സീരിയൽ നമ്പർ തരാമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സീരിയൽ നമ്പർ തരുവാണെങ്കിൽ ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ സീരിയൽ നമ്പർ അടിക്കുക. ഈ സീരിയൽ നമ്പർ അടിച്ചിട്ട് ക്യാപ്ച കോഡും അടിച്ച് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോൺ ഏതാണ് എന്നുള്ള പേര് ഫസ്റ്റ് തന്നെ വരും. തൊട്ടടിയിൽ ആ സീരിയൽ നമ്പർ വരും. പിന്നീട് നിങ്ങൾക്ക് കുറേയധികം സെക്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് സെക്ഷൻ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഫോണാണോ ഇല്ലയോ എന്നാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പച്ച കളറാണ് ടിക്കാണ് കാണുന്നതെങ്കിൽ ഇത് ഒറിജിനൽ ഐഫോണാണ്, പക്ഷേ ഇതൊരാൾ ഉപയോഗിച്ചൊരു ഐഫോണാണ്. ഇത് ഒരു വാലിഡ് പർച്ചേസ് ഡേറ്റ് ഉള്ളൊരു ഐഫോണാണ്. പൈസ കൊടുത്തത് മേടിച്ചപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിൽക്കുന്ന ഒരു ഫോണാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. അതിന് താഴെ നിങ്ങൾക്ക് വാറൻറ്റിയുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ടെലിഫോൺ വാറൻറ്റിയും സർവീസ് ആൻഡ് റിപ്പയറും ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് ഗ്രീൻ ടിക്കാണ് കാണുന്നതെങ്കിൽ ഈ ഫോൺ ഒറിജിനലാണ്, ഇതാരോ മേടിച്ച ഫോണാണ്, പക്ഷേ 1 വർഷം പോലും ആയിട്ടുള്ള മേടിച്ചിട്ട് അതുകൊണ്ട് വാറൻറ്റിയിലാണ് എന്ന് കാണാൻ പറ്റും. ഇനി അഥവാ ഇവിടെ രണ്ടും മഞ്ഞ കളറിലാണ് ഉള്ളതെങ്കിൽ ഈ ഫോൺ വാറൻറ്റി കഴിഞ്ഞു, അതായത് 1 വർഷത്തിന് മുകളിലായി എന്നുള്ള ഡീറ്റെയിൽസാണ് വരുന്നത്. ഇനി അഥവാ അവർ തരുന്ന സീരിയൽ നമ്പർ ഒറിജിനൽ ഫോണിൻ്റെ അല്ല, ഫേക്ക് ഫോണിൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു സീരിയൽ നമ്പർ ഇല്ല എന്നുള്ളൊരു എറർ മെസ്സേജ് വരും. അപ്പോൾ നമ്മൾക്കൊരു കൺക്ലൂഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിലെ പേജുകളിൽ നിന്നും ഒന്നും പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒട്ടുമല്ല. ഞാൻ ഇഷ്ടം പോലെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട്, കേക്കുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ സ്മാർട്ട് ഫോൺസിൻ്റെ കവറുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഈ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ന്യായമായിട്ടുള്ളൊരു വിലയാണ് അവർ പറയുന്നതെങ്കിൽ, ഇതേപോലെ ഐഡിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്, യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യം തോന്നുവാണെങ്കിൽ ദയവേത് നിങ്ങളങ്ങനെ പർച്ചേസ് ചെയ്യാതിരിക്കുക. പിന്നെ ആപ്പിൾ പ്രോഡക്ട്സ് വില കൂടിയ പ്രോഡക്ട്സ് ആയതുകൊണ്ട് എപ്പോഴും നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഒഫീഷ്യൽ ആപ്പിൾ സ്റ്റോറുകളിൽ അല്ലെങ്കിൽ ആപ്പിൾ ഓത്തറൈസ്ഡ് റീസെല്ലേഴ്സിൽ നിന്നും മാത്രം പർച്ചേസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് ആപ്പിൾ പ്രോഡക്റ്റ് മേടിച്ചിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വേണം, നിങ്ങൾക്ക് അത്രയും പൈസ ഇല്ല, സെക്കൻഡ് ഹാൻഡ് വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്നവരുടെ അടുത്ത് ഡയറക്റ്റായിട്ട് പോയി ആ ഫോൺ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ മേടിക്കുക. അല്ലാതെ ഇതേപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾ മേടിക്കാതിരിക്കുക കഴിയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.